ഹൈക്കോട്ടയുടെ എല്ലാവരും സുഖമായിരിക്കുന്നു. നമുക്കിന്ന് അടിപൊളി പരിപ്പുവട വീട്ടിൽ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കിയാലോ. നമുക്ക് നാടൻ സ്റ്റൈലിൽ പരിപ്പുവട എങ്ങനെ ചെയ്ത് നോക്കാം. 4 മണിക്കൂർ നമ്മുടെ പരിപ്പ് കോരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് 2 സ്പൂൺ പരിപ്പ് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള പരിപ്പ് നമ്മുടെ മിക്സി ജാറിൽ ചേർത്ത് ഒരു അരപ്പരുവ് ഒന്ന് അരച്ചെടുക്കാം. അരച്ച് വെച്ചിട്ടുള്ള പരിപ്പിലേക്ക് നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല പരിപ്പ്, അതുകൂടെ ഇട്ട് കൊടുക്കാം. ഒരു സവാള നല്ല ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു ഇഞ്ചി കട്ട് ചെയ്തത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 5 വെളുത്തുള്ളി കട്ട് ചെയ്തത് ചേർത്തതിന് ശേഷം ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. കറിവേപ്പിലയും മല്ലിയിലയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് പാകത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മുളക് പൊടിയും ഉപ്പ് നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായിരുമ്പോൾ നമുക്ക് വടയ്ക്ക് ആവശ്യമായ വട വന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഉരുളയിട്ടതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. കല്ല് ഇങ്ങനെ ചപ്പി ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും നല്ല വടയുടെ ഷേപ്പിലേക്ക് വരും. നമുക്ക് ഏലമാവ് അതേപോലെ ഒന്ന് ചപ്പിയിടാം. തീ കുറച്ച് വെച്ചിട്ട് നമുക്കിത് വട ഉണ്ടാക്കാൻ കേട്ടോ. അല്ലെങ്കിൽ തീ കൂടുതലിരിക്കുമ്പം പുറമൊക്കെ വേഗവും അതിൻ്റെ ഉള്ളൊന്നും വേഗത്തില്ല. അപ്പം നമുക്ക് കുറച്ച് തീ കുറച്ച് വെച്ച് കഴിക്കുമ്പോഴത്തേക്കും ഉള്ളിലും പുറത്തിലേക്ക് ഒരേ രീതിയിലൊന്ന് വെന്ത് കിട്ടും. നമ്മുടെ നാടൻ പരിപ്പുവട റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല മണവും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. നിങ്ങളിത് വീട്ടിൽ ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും കൂട്ടുകാരോ ഫ്രണ്ട്സൊക്കെ വരുമ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എൻ്റെ മോന് കൊടുത്ത് നോക്കിയപ്പോൾ മോന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരെ.